അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും ഒരു സോറി ചോദിക്കുകയാണ്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. വേറൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ നമ്മുടെ സീക്രട്ട് ഏജന്റ് സായിയുടെ ഒരു വീഡിയോ ചെയ്തപ്പം കുറേ പേര് എന്നോട് വന്ന് അതിനകത്ത് പറഞ്ഞു, ബ്രോ സായിയുടെ വീഡിയോ ഇനി ചെയ്യണ്ട, കാരണം വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾക്ക് ഇവന്റെ വോയിസ് കേൾക്കാൻ പോലും ഇഷ്ടമല്ല, ഞങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ട് ഇങ്ങനെ ഒരു വ്യക്തിയെ പറ്റി, അതുകൊണ്ട് ഇനി ഇവന്റെ വീഡിയോ ചെയ്യണ്ട ബ്രോ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞവരോടാണ് മെയിൻലി ഈ ഒരു സോറി. വേറൊന്നും കൊണ്ടല്ല, ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ടല്ലോ, ഇന്നും കൂടെ ഞാൻ ഇവന്റെ ഒരു വീഡിയോ ചെയ്യുകയാണ്. വേറൊന്നും കൊണ്ടല്ല, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഒന്ന് കാണിച്ചു തരാം. അപ്പം ഒരു വീഡിയോ ആണ്. ഈ ഒരു ക്ലിപ്പ് അധികം ആരും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ എന്തായാലും നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചു വന്നത്. ഇത് അധികം ആരും കണ്ടിട്ടില്ല, ഏതോ ഒരു 4000 പേരോ എന്തോ ഈ ഒരു ക്ലിപ്പ് കണ്ടിട്ടുള്ളൂ. ഇത് സായി പോകുന്നതിന് മുമ്പുള്ള ഒരു ക്ലിപ്പാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ കുറെ പേര് എനിക്ക് പേഴ്സണലി എന്റെ ഇൻസ്റ്റയിലൊക്കെ വന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, എന്തിനാണ് സായിയെ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്, അയാൾ പാവമല്ലേ? കുറെ പേര് അങ്ങനെ ഒന്ന് ചോദിക്കുന്നു. കുറെ പേര് നിങ്ങൾ കണ്ടല്ലോ കമന്റ് ബോക്സുകൾ, കുറെ പേര്. പക്ഷെ കുറെ ചേച്ചിമാരാണ് വന്നിട്ട് ഇങ്ങനത്തെ കാര്യം ചോദിക്കുമ്പോൾ എനിക്കും എന്തോ പോലെ, അയ്യോ ഇവരൊക്കെ എന്താ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നത്, ഇവർക്ക് സത്യാവസ്ഥ അറിയാത്തത് കൊണ്ടാണ് അവരങ്ങനെ വന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്റെ ഇൻസ്റ്റ കുറെ പേർക്ക് അറിയത്തില്ല, എന്റെ ഇൻസ്റ്റ ഈ ഒരു യൂഷ്വൽ സൈക്കോ എന്ന് പറഞ്ഞാൽ usual_psycho ഇൻസ്റ്റയിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ഏതെങ്കിലും വേറെ ഏതെങ്കിലും വീഡിയോ ഒക്കെ റിയാക്ട് ചെയ്ത് കാണണം എന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനകത്തൊന്ന് എനിക്ക് മെസ്സേജ് ഇടാം. എന്തെങ്കിലും വീഡിയോ ക്ലിപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് അയച്ചു തരാം. അപ്പോൾ പറഞ്ഞു വന്നത് സായി. അപ്പോൾ സായിയുടെ ഈ ഒരു ക്ലിപ്പും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, കാരണം ഇത് നിങ്ങൾ കാണണം എല്ലാവരും. ഇങ്ങനെ അവനെ മറ്റേ നല്ല കുഞ്ഞാണ് എന്ന് വിചാരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവൻ ചെയ്തതെല്ലാം ശരിയാണ്, അവൻ അതിനകത്ത് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന കുറെ പേരെങ്കിലും ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് വേണ്ടിയാണ് മെയിൻ. ഇത് ഈ ഒരൊറ്റ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. സായിയുടെ വൈഫിന് ഒരു യൂട്യൂബ് ചാനലുണ്ട്, എത്ര പേർക്ക് എനിക്ക് അറിയും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു കുഞ്ഞു ചാനലാണ്, അധികം റീച്ച് ആയിട്ടില്ല ചാനൽ. പക്ഷേ സായി പോകുന്നതിന് മുമ്പ് സായിയുടെ വൈഫ് സ്നേഹ അതിനകത്തൊരു വീഡിയോ ഇട്ടു. മറ്റേ നമുക്ക് എന്താ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, മറ്റേ അയ്യോ ഞാൻ മറന്നുപോയി, കുളം കുത്തി, അയ്യോ എന്തായാലും ഞാൻ മറന്നുപോയി. എന്തായാലും ഭാര്യ തന്നെ ഇവിടെ നമുക്ക് ഒരു സാധനം കൊണ്ട് ഇട്ട് തന്നിട്ടുണ്ട്. സായിയുടെ കുഴിച്ചു തന്നു, നമ്മളിനി അങ്ങ് തോണ്ടി എടുത്താൽ മതി, ആ ഒരു അവസ്ഥയാ. എന്തായാലും ഞാൻ ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് അത് കാണുമ്പോൾ ഏകദേശം സായി എന്ന് പറയുന്ന വ്യക്തിയെ ഒരുപാട് പേരെ വന്നിരുന്ന് റിയാക്ട് ചെയ്ത് ഒരുപാട് പേരുടെ ചേഷ്ടകളെ, വൃത്തികെട്ട ചേഷ്ടകളെ തുറന്നടിക്കുന്നവൻ, ഒരു എപ്പോഴും സ്വന്തം നിലപാടുണ്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നിലപാടില്ലായ്മ, അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്ന് മനസ്സിലാവും. വളരെ ചെറിയ വീഡിയോ ആണ്. ഓക്കെ, കണ്ടോ. ബിഗ് ബോസിൽ പോവല്ലേ? അപ്പൊ എന്താ പ്ലാനോ? അരുത് കാട്ടാളാ, പിന്നെ കൊണ്ട് പ്ലാനുകൾ പുറത്തെടുക്കും. അപ്പൊ അവിടെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യല്ലേ എല്ലാം. ഞാനൊരു പാവല്ലേ, വളരെ പാവല്ലേ അല്ലെ ഋതുഭായി? പറയണ്ടോ? പാവം തന്നെ, ഇത്രയും ചെറിയ പാവത്തിനെ കണ്ടില്ല, ഇനി കാണാലോ. വായല് വിരലിട്ടാ കടിക്കാത്ത ഒരു പാവമാണേ. നമുക്ക് കൂട്ട് ഇവരാരും ചോദിക്കില്ല, ഞാനും ചോദിക്കില്ല, കണ്ടറിഞ്ഞ് തരാൻ പറ്റും തന്നോളൂ. എല്ലാ ആഴ്ചയിലും നോമിനേഷനിൽ വരും, നിങ്ങൾ എല്ലാവരും വോട്ട്. എല്ലാ ആഴ്ചയും നോമിനേഷൻ വരും, എല്ലാ ജയിലിലും കയറും, സകല കച്ചറേന്റെ കൂട്ടത്തിലും ഉണ്ടാവും. അതെ ആദ്യം ഉറപ്പായിരുന്നു. അതെ, ചത്താലും കരയാനും പോണില്ല. കരഞ്ഞാൽ ഞാൻ അന്ന് അവിടെ വിറ്റ്. പിന്നെ ആരും സെന്റിക്കഥ പ്രതീക്ഷിക്കാതെ, ഒരാള് സെന്റിക്കഥ പ്രതീക്ഷിക്കണ്ട. കഥ സെന്റി ആയിരിക്കും, പക്ഷെ പറയുന്ന രീതി വേറെ ആയിരിക്കും. കാരണം നമുക്ക് അങ്ങനെ പറഞ്ഞ ശീലമുള്ളടെ. അപ്പൊ നമുക്കിനി ബിഗ് ബോസിൽ കാണാട്ടോ. ഇത് ഞങ്ങള് മലപ്പുറക്കാരുടെ ആറാട്ട് മണിക്കൂറുകൾക്ക് ശേഷം ഇനി ബിഗ് ബോസ് ശേഷം സ്ക്രീനിൽ പൊളിക്കണ്ടേ? ഞാൻ അവിടെ പൊളിച്ചോണ്ട് ചേട്ടൻ അവിടെ പൊളിക്കുന്നത് ഞങ്ങൾ കണ്ട്. പിന്നെ വേറൊരു സാധനം, മലപ്പുറക്കാരുടെ ആറാട്ട് കണ്ട് ഞങ്ങൾ കേട്ടോ. മലപ്പുറക്കാരുടെ ആട്ടുന്നത് നല്ല വൃത്തിക്ക്. ആ നാടിന് പേരുദോഷം ഉണ്ടാക്കി മോനെ നീ, അത്ര എനിക്ക് പറയാനുള്ളൂ. ദൈവത്തോടത്ത് എനിക്ക് അത്ര നിന്നോട് പറയാനുള്ളൂ. മലപ്പുറംകാരുടെ ആറാട്ട്, ഞാനും ഇതൊക്കെയാ പ്രതീക്ഷിച്ചത്. കോഴിക്കോട് ചെന്നിട്ട് അങ്ങ് പറക്കുമ്പോഴത്തേക്ക് ഞാനും എൻ്റെ പഴയ വീഡിയോ ഒന്ന് കണ്ടാൽ ചിലപ്പം കുറെ പേർക്ക് മനസ്സിലാവും. ഞാനും പറഞ്ഞതാ, പോയി കപ്പും കൊണ്ടായിരിക്കും ചിലപ്പോൾ വരുന്നത് മലപ്പുറത്തോട്ടെന്ന്. എന്നിട്ട് മലപ്പുറത്തോക്ക് അവൻ കൊണ്ടുവന്ന് 2 ചക്ക 5 ലക്ഷം രൂപ മോട്ടിച്ചോണ്ടെങ്കിൽ പോകുന്നവൻ, അങ്ങനെ തന്നെ വേണം പറയാൻ. പിന്നെ ഒരു കാര്യം അണ്ണനകത്ത് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചോ, ജനങ്ങൾ വേണമെങ്കിൽ എനിക്ക് വോട്ട് ചെയ്താൽ മതി കേട്ടോ. ഇവരും ചോദിക്കത്തില്ല, ഞാനും ചോദിക്കത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്താൽ മതി. ഇങ്ങനെയാണോ ഒരാൾ വോട്ട് ചോദിക്കുന്നത്? വേണമെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്താൽ മതി. മറ്റേ എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ അത് കേട്ടപ്പോഴത്തേക്ക് മനസ്സിലായെന്നറിയോ, ഞാൻ സെറ്റപ്പാണ്, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കപ്പം കൊണ്ടേ വരത്തുള്ളൂ, നിങ്ങൾ വേണമെങ്കിൽ എനിക്ക് വോട്ട് ചെയ്താൽ മതി. എനിക്ക് വലിയ ധൃതിയൊന്നും, എനിക്ക് വലിയ ആവശ്യമൊന്നും ഇല്ല. ആ ഒരു മൂഡിലാണ് അവന്റെ ഒരു സംസാരം. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ വേറൊരു കാര്യം അവനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ കരയത്തില്ല. ഞാൻ അതിനകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആരും പ്രതീക്ഷിക്കണ്ട സായി കരയുമെന്ന്. സായി കരഞ്ഞ അപ്പം സായി ഇറങ്ങിപ്പോരും. നിന്റെ ഡോഗ് മരിച്ചപ്പോൾ നീ കരഞ്ഞു, അത് പോട്ടെ. ഞാൻ പറയത്തില്ല. എനിക്ക് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനമുള്ള ഒരുത്തനാണ്. പ്രത്യേകിച്ച് നമ്മൾ പട്ടികളോട് അത്ര ഇഷ്ടപ്പെടുന്ന ഒരുത്തൻ മരിക്കുമ്പോഴത്തേക്ക് കരയും, അത് ഓക്കെ, ഞാൻ അതിനകത്തൊന്നും പറയുന്നില്ല.
നന്ദനക്കൊച്ചു പോയപ്പോ നീ ഇരുന്ന് മോങ്ങിയായിരുന്നല്ലോടാ. എന്താ നീ ഇറങ്ങി പോരാഞ്ഞ്? നിനക്ക് വലിയ നിലപാടുള്ള ഒരുത്തരല്ലേ, നീ പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരല്ലേ, എന്തുകൊണ്ടാ നീ ഇറങ്ങി പോരാഞ്ഞ്? അത്ര ഞാൻ ചോദിക്കുന്നുള്ളൂ, കൂടുതലും ചോദിക്കുന്നില്ല. നീ മെന്റലി ഡൗൺ ആവും, എന്തും ആയിക്കോട്ടെ. നീ പുറത്തുനിന്ന് പറഞ്ഞിട്ട് പോയൊരു കാര്യം അങ്ങനെ സംഭവിച്ചാൽ സ്പോട്ടിൽ ഇറങ്ങുമെന്ന് പറഞ്ഞവൻ എന്തുകൊണ്ട് ഇറങ്ങിയില്ല? നിനക്ക് ഈ 5 ലക്ഷം രൂപ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, നീ മാസം ഉണ്ടാക്കുന്നതാ. അതുകൊണ്ട് നീ അത് എടുത്തോണ്ട് വന്നതിനകത്ത് അത് നീ നശിപ്പിച്ചു. ആ ഒരു പണപ്പെട്ടിയുടെ ഒരു വാല്യൂ തന്നെ സീസൺ 6 നീ കളഞ്ഞു, അത്രേ ഞാൻ പറയത്തുള്ളൂ. പക്ഷെ ഈ പറഞ്ഞായിരുന്നല്ലോ നീ കരഞ്ഞ ഇറങ്ങി പോരുമെന്ന്. വാക്കിന് വില വേണം മോനെ സായി, കേട്ടാ, വാക്കിന് വില വേണം. അത് നിനക്കില്ല. ഇവൻ ഈ പൊക്കി പിടിച്ച്, ഇവനെ കുറച്ച് പേര് പൊക്കി പിടിച്ചോണ്ട് നടക്കുന്നുണ്ട്. അവരിതൊന്ന് കണ്ടിരിക്കണം. നിങ്ങളുടെ സായി തന്നെ പറഞ്ഞ കേസായത്. കരഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ടിൽ ഞാൻ ഇറങ്ങി പോരുന്നു. എന്തുകൊണ്ട് ഇറങ്ങി പോരാഞ്ഞ്? സ്നേഹയ്ക്ക് ഒരുപാട് നന്ദി കേട്ടോ. സ്നേഹ ഇതൊക്കെ എടുത്തു വെച്ചത് വളരെ നന്നായി. ഇത് അധികം ആൾക്കാർ കണ്ടിട്ടുമില്ല. അതാണ് ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ, അതുകൊണ്ടാണ് ഞാൻ മെയിൻലി വീഡിയോ ചെയ്തത്. നിങ്ങൾ കാണണോ ഇത്, ഇവന്റെ ഈ വലിയ വീരവാദം. അതുപോലെ തന്നെ എന്താണ് മറ്റേ ഇമോഷണൽ കഥകളൊന്നും ഞാൻ പറയത്തില്ല. ഇപ്പൊ കൂട്ടുകാരന് പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്റെ പൊന്നു ജിത്തുബായി, താങ്കൾ ഇവനെ സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ കീറി പോകും ചേട്ടൻ, സത്യമായിട്ടും. കാരണം ഇവൻ എന്താ പറയുന്നത് ഇവനെ തന്നെ ഒരു ബോധമില്ല. ഇമോഷണൽ ആവത്തില്ല. ഞങ്ങളെ കണ്ട് ഇമോഷണൽ പിന്നെ പോട്ടെ, അത്രയ്ക്ക് ഇമോഷണൽ ഒന്നും അവൻ ആയില്ല എന്ന് വേണമെങ്കിൽ പറയാം, പോട്ടെ. പക്ഷെ കരഞ്ഞാൽ ഇറങ്ങി പോരും എന്നൊക്കെ പറഞ്ഞാണല്ലോ. എന്നിട്ട് എന്താ ഇറങ്ങാഞ്ഞത്? അവിടെ തന്നെ മറ്റേ ഒച്ചു പിടിക്കുന്നവനൊക്കെ മറ്റേ പിടിച്ചിരുന്നത് അവിടെ. ഈ നീയാണോ വന്നിരുന്ന് മറ്റേ വേറെ ആളുകളെ മറ്റേ അവർക്ക് നിലപാടില്ല, ആ രാഷ്ട്രീയക്കാരന് നിലപാടില്ല, ഇങ്ങനൊക്കെ വലിയ സാധനം അടിക്കുന്നത്? നിനക്കുണ്ടോ നിലപാട്? സായി, തെറ്റുപറ്റി. അപ്പൊ ഫസ്റ്റ് ഇറങ്ങിയിട്ട് എല്ലാരോടും പറയണം തെറ്റുപറ്റി, ക്ഷമിക്കുക. ജനങ്ങൾക്ക് മനസ്സിലാവും, അവര് വിട്ടുകളയും. അവർക്ക് ആരെയും നിന്നെ പൊക്കിയെടുത്തോണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല, വിട്ടുകളയും. പക്ഷെ വന്നിറങ്ങിയിട്ടും സ്വന്തം ചാനൽ വഴി തന്നെ ഐ ആം ബാക്ക്, ഞാൻ ഇനി അങ്ങോട്ട് പൊരിക്കും, ഞാൻ മറ്റേതാണ് മറിച്ചേതാണ് തള്ളാൻ നിൽക്കരുത്. ഇനിയിപ്പോ നിന്റെ പുതിയ കഥ എനിക്കറിയാം. നീ ഫിസിക്കലി വയ്യായിരുന്നു, സീനായിരുന്നു. ഫിസിക്കലി വയ്യെങ്കിൽ എന്നാണ് നിനക്ക് വയ്യാതായത് അന്ന് പറഞ്ഞിട്ട് ഇറങ്ങായിരുന്നു. നീ ഒരുപാട് ആളുകളെ മറ്റേ ചോദ്യം ചെയ്യുന്നവനല്ലേ. നിനക്ക് ചോദ്യം ചെയ്യായിരുന്നല്ലോ, എനിക്ക് വയ്യ, ഹെൽത്തി എന്റെ പോയി കിടക്കുക, എനിക്ക് പോണം, ഇല്ലെങ്കിൽ പ്രശ്നമാക്കും, അങ്ങനൊക്കെ നീ പറഞ്ഞു കഴിഞ്ഞാൽ അവര് നിന്നെ മറ്റേ പിടിച്ചവിടെ കെട്ടിയെടുത്തൊന്നും ഇല്ലല്ലോ, നീ ചെയ്തില്ലല്ലോ. അപ്പൊ നീ വലിയ വർത്താനം പറയാൻ ഇറങ്ങരുത്. നിനക്ക് ഹെൽത്തിന്റെ പ്രശ്നമെന്ന് പറഞ്ഞു. നീ ഇനിയും എനിക്കറിയാം, നീ കുറെ പേരെ മണ്ടന്മാരാകെ ഇറങ്ങും ആ ഒരു സാധനം വെച്ചിട്ട്, ആ ഒരു ടാഗും വെച്ചിട്ട്. ഹെൽത്ത് വൈസ് ഞാൻ വീക്കാണ്, ഹെൽത്ത് വൈസ് ഞാൻ വീക്കാണ്, ഇത് പറഞ്ഞ് നീ പലരെ മണ്ടന്മാരാക്കും. പക്ഷെ എല്ലാരെയും അങ്ങനെ മണ്ടന്മാരാക്കാൻ നീ വിചാരിക്കരുത്. ഓക്കെ, ഞാൻ വീണ്ടും സ്നേഹയ്ക്കൊരു നന്ദി തരുന്നു. സ്നേഹ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് വെച്ചതിന് നമുക്ക് മനസ്സിലായി ഇവന്റെ തനിക്കോണം എന്താണെന്ന്. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കും. ഏതാണ്ട് ആ ഒരു ഞാൻ അവന്റെ അപ്പനൊന്നും പറഞ്ഞതല്ല കേട്ടോ, ഒരു ചൊല്ലുണ്ട്, ഒരു പഴഞ്ചൊല്ലുണ്ട്. അത് ഞാനൊന്ന് ഓർത്തതാ. ഇപ്പം ഏതാണ്ട് അത് ഓർക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണ് എനിക്ക് മനസ്സിലായത്. ആ ഒരു എന്തുകൊണ്ടാണ് ആ ഒരു ബനാനട്ടൊക്കെ, ആ ഒരു പഴഞ്ചൊല്ലിന്റെ കറക്റ്റ് അർത്ഥം എനിക്കിപ്പോ മനസ്സിലായി. ഏതാണ്ട് അപ്പൊ വീഡിയോ നിങ്ങൾക്ക് കുറെ പേർക്ക് ഇങ്ങനെ കാര്യം മനസ്സിലായി കാണൂല, അപ്പൊ അണ്ണന്റെ തനിക്കോണം എന്താണെന്ന്. കഴിഞ്ഞ ഇന്റർവ്യൂകളിലൊക്കെ കുറെ പേർക്ക് മനസ്സിലായത്. പക്ഷേ ഇതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇന്റർവ്യൂലൊക്കെ അവൻ പറഞ്ഞതൊക്കെ വെറുതെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തെടുത്ത് എന്നൊക്കെ വേണമെങ്കിൽ അവന് പറയാം. പക്ഷെ ഇത് ഞങ്ങളാരും മാനിപ്പുലേറ്റ് ചെയ്തതല്ല, ഇത് നിന്റെ വായിൽ നിന്ന് തന്നെ വീണതാണ്. ഓക്കെ, അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഞാൻ പറഞ്ഞതിനകത്ത് തെറ്റുണ്ടെങ്കിൽ പോലും ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വലിയ പണിയൊന്നും ഇല്ല, നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഞാൻ ഉണ്ടാക്കത്തില്ല, മൂലക്കൂടെ അങ്ങ് ജീവിച്ചു പോക്കോളാം. ഓക്കെ, അപ്പൊ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. അപ്പോഴേ ഞാൻ വീഡിയോ ഒക്കെ നിർത്തിയിട്ട് അങ്ങ് പോയത്. അപ്പോഴേ ഒരു കാര്യം ആലോചിച്ചു, ഒരു മെയിൻ കാര്യം എനിക്ക് സായി അണ്ണനോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു, അത് ചോദിച്ചില്ലല്ലോ എന്ന്. അപ്പൊ സംഗതി വേറൊന്നുമല്ല, സായി അണ്ണൻ പറഞ്ഞു, സായി അണ്ണൻ സെൽഫ് ക്ലെൻസിങ്ങിനാണ് അതിനകത്തോട്ട് കയറിയത്. അപ്പൊ ഈ സെൽഫ് ക്ലെൻസിങ്ങിന് കയറിയ അണ്ണൻ എന്തിനാണ് പുറത്ത് ഇത്രയും വലിയ എയർപോർട്ടിലോട്ട് പോകുന്ന വഴിക്കുള്ള ആണല്ലോ ഈ ഒരു വീഡിയോ. അപ്പൊ എന്തിനാണ് ഇത്രയും വലിയ ഡയലോഗ് ഒക്കെ അണ്ണൻ അടിച്ചിട്ട് പോയത്? ഇനി ചിലപ്പോ ഇനിയും വേറൊരു മോഡായിരിക്കും. ചിലപ്പോ അണ്ണൻ മറ്റേ ഈ ബിഗ് ബോസിന്റെ ആ ഒരു കവാടം തുറന്ന് അകത്തോട്ട് കാല് വെച്ചപ്പോഴത്തേക്ക് മറ്റേ ഇടിയും മിന്നലും ഒക്കെ വന്ന് പെട്ടെന്ന് അണ്ണന്റെ മറ്റേ തലയ്ക്കകത്തൊരു ആരെങ്കിലും വന്ന് കയറിയിട്ട് അണ്ണനോട് പറഞ്ഞ, മോനെ നീ ഇതിനകത്ത് കയറിയത് സെൽഫ് ക്ലെൻസിങ്ങിന് വേണ്ടിയാണ്, നീ ഇനി അങ്ങനെ ചെയ്യൂ എന്നൊക്കെ അണ്ണനോട് ആരെങ്കിലും പറഞ്ഞ, പെട്ടെന്ന് അണ്ണനൊരു ഭാവവ്യത്യാസമൊക്കെ അങ്ങനെ വല്ലതും സംഭവിച്ചതാണ്? അണ്ണ എനിക്ക് അറിയാൻ പാടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അല്ല, ഈ പറഞ്ഞ വാക്കിലൊന്നും ഒരു വിലയും കൽപ്പിക്കാത്ത ഒരാളാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ കേട്ടോ, ഒന്നും തോന്നണ്ട.